ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ക്രാബ് ഷെൽസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രാബ് ഷെൽസൊക്കെ ഞാൻ ഒത്തിരി നാൾ മുന്നേ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്രാബ് ഷെൽസ് യൂസ് ചെയ്തിട്ടുള്ള 3 വർക്കുകളാണ്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്ത വർക്കുകളായതുകൊണ്ട് തന്നെ സാന്റാക്ലോസും അതുപോലെ തന്നെ സ്നോമാനും ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ക്രാബ് ഷെൽ യൂസ് ചെയ്തിട്ടിങ്ങനെ ഇതിന് മുന്നേ ഇൻഡിപെൻഡൻസ് ഡേ വർക്കുകളും അതുപോലെ തന്നെ വാൾ ഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ക്രാബ് ഷെൽ ആർട്ടിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്രാഫ്റ്റിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പോപ്പീസിൻ്റെ ഡ്രസ് പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പറാണ്. അപ്പോൾ അതിൽ നിന്നും ഈ ഒരു റെക്റ്റാങ്കിൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഏറ്റവും ചെറിയൊരു ക്രാബ് ഷെല്ലാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും സൈസ് കുറഞ്ഞ ക്രാബ് ഷെല്ല് നോക്കിയിട്ട് മാക്സിമം എടുക്കുക. അപ്പോൾ അത് ഇതുപോലെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ രണ്ടാമത്തെ ലെയറിൽ 2 ക്രാബ് ഷെൽസ് ഏകദേശം സെയിം അളവിലുള്ള ക്രാബ് ഷെൽസ് എടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് 3rd ലെയറിൽ 3 ക്രാബ് ഷെൽസാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫെവി ബോണ്ടിന് പകരം നമുക്ക് ഗ്ലൂ ഗൺ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രീൻ കളറ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് വാട്ടർ കളറും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് അത്യാവശ്യം നന്നായിട്ട് കട്ടയായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 കോട്ട് പെയിൻറ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഉണങ്ങിയ ഈ ഒരു ഓല എടുക്കുന്നുണ്ട്. ഈ ഒരു ഓലയിൽ നിന്നും ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ സ്റ്റെമ്മായിട്ടൊന്ന് വച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ട്രീയുടെ താഴെയുള്ള പോർഷനൊന്ന് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റാർ വേണം. ആ ഒരു സ്റ്റാറിന് വേണ്ടിയിട്ട് ഈ ഒരു മിഠായി കടലാസിൽ നിന്നും ഒരു സ്റ്റാർ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിഠായി കടലാസ് യൂസ് ചെയ്തിട്ട് ഞാൻ സ്റ്റാർസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂ കിട്ടിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അതല്ലെങ്കിൽ ക്രിസ്മസ് ക്രാഫ്റ്റ് എന്നുള്ള പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റാർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് ബ്രൗൺ കളറൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു ബ്രൗൺ കളർ നന്നായിട്ട് ഡ്രൈ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡിൽ ചെറിയ അഴുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു സ്നോ എഫക്റ്റ് കിട്ടാനും ഇതുപോലെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ സ്പഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ടാബ് ചെയ്ത് കൊടുക്കുന്നത്. ബ്രഷ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ആ ഒരു സ്നോ എഫക്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സിൽവർ മുകളിൽ വരുന്ന രീതിയിലാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു യെല്ലോ കളർ സ്റ്റാറിന് മതി എന്നാണ്. പിന്നീട് എനിക്ക് സ്റ്റിക്ക് ചെയ്ത ടൈമിലാണ് ആ ഒരു സിൽവർ കളറാണ് കൂടുതൽ ഭംഗിയെന്ന് തോന്നിയത് കേട്ടോ. ഇപ്പോഴല്ല കേട്ടോ അതിൻ്റെ കറക്റ്റ് ആ ഒരു ഭംഗി വരുന്നത്, ലാസ്റ്റ് ടൈമിൽ നമുക്ക് കാണാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ലൈറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓറഞ്ച്, ലെമൺ യെല്ലോ അതുപോലെ തന്നെ മജന്തയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് ഡോട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ആ ഒരു ക്രാബ് ഷെല്ലിൻ്റെ താഴെ പോർഷൻ, അതായത് തരിതരി പോലുള്ള ആ ഒരു പോർഷനിൽ വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്നോ എഫക്റ്റും കൂടി കൊടുക്കുക കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്, പക്ഷേ ചെയ്ത് കഴിയുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു അമേസിങ് റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനിയാണ് നമ്മുടെ സ്റ്റാറിനെ അടിപൊളിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാറിന് ചുറ്റുമായിട്ട് 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഗോൾഡൻ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്ലാസ് കളറ്, റെഡ് കളറിലുള്ള ഗ്ലാസ് കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാർ നല്ല അടിപൊളിയായിട്ടില്ലേ, നേരിട്ട് കാണാനായിട്ട് ഇതിലും ഭംഗിയാട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ക്രിസ്മസ് ട്രീ. എല്ലാവർക്കും ഈ ഒരു
ക്രാഫ്റ്റ് ഷെല്ലിൽ യൂസ് ചെയ്തിട്ടുള്ള ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ ആ ഒരു സ്റ്റാറിൻ്റെ ആ ഒരു തിളക്കം, ആ ഒരു സിൽവർ കളറിലായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് കളർ കൊടുത്തപ്പോൾ ഇത്രയും ഒരു ഭംഗിയുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്രാഫ്റ്റ് കാണാം കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റിനായിട്ട് 3 ഡിഫറെൻറ്റ് സൈസിലുള്ള ക്രാഫ്റ്റ് ഷെൽസ് ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ചെറുത് ഏറ്റവും മുകളിൽ, അതിന് തൊട്ട് താഴെ അതിനേക്കാൾ വലുത്, അതിന് തൊട്ട് താഴെ ഏറ്റവും വലുത്. ഇനി ഈ ഒരു 3 ക്രാഫ്റ്റ് ഷെൽസിലേക്കും വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് സ്പഞ്ച് യൂസ് ചെയ്തിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ ഒറ്റ കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു രീതിയിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് ഓരോ ക്രാഫ്റ്റ് ഷെൽസും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടുന്നതായിരിക്കും. അത് പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്നോമാനാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കണ്ണും വായും മൂക്കൊക്കെ വരച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഓറഞ്ച് സ്കെച്ച് വെച്ചിട്ടാണ് ഫസ്റ്റ് മൂക്ക് വരച്ചിട്ടുള്ളത്. അതിന് ശേഷം അത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കവിളിലായിട്ട് ആ ഒരു സ്കെച്ച് യൂസ് ചെയ്തിട്ട് ബ്ലഷും കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെ ഒരു റിബൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്നോമാൻ്റെ നെക്കിലേക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫെവി ബോണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രെഡ് യൂസ് ചെയ്യാം കേട്ടോ. വുളൻ ത്രെഡോ അതല്ലെങ്കിൽ എംബ്രോയ്ഡറി ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലൊരു ഷോള് കെട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു സ്നോമാൻ്റെ ബാക്കിലേക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്നോമാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടാണ് സ്നോമാനിൻ്റെ ആ ഒരു കണ്ണും പിരികവും വായൊക്കെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് തേർഡ് ക്രാഫ്റ്റിലേക്ക് പോവാം കേട്ടോ. തേർഡ് ക്രാഫ്റ്റാണ് മെയിനായിട്ട് നമ്മുടെ ക്രിസ്മസിൻ്റെ ആൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സാന്റാക്ലോസ്. അപ്പോൾ ഇതുപോലെ വലിയൊരു ക്രാഫ്റ്റ് ഷെല്ലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഫുള്ളായിട്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് സ്പഞ്ച് യൂസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 2 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വൈറ്റ് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് 2 കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഷെല്ലിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബ്രഷ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി യൂസ്ഫുൾ ആവുന്നത് ഈ ഒരു സ്പഞ്ചൊക്കെ ആയിരിക്കും. അപ്പോൾ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സാന്റാക്ലോസിൻ്റെ ഫേസ് നമുക്കൊന്ന് ഔട്ട്ലൈൻ ബ്ലാക്ക് വെച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഔട്ട്ലൈനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 000 സൈസിലുള്ള പോയിൻറ്റഡ് ബ്രഷാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സാന്റാക്ലോസിൻ്റെ ആ ഒരു ക്യാപ്പും അതുപോലെ തന്നെ നോസും വായുടെ ഭാഗമൊക്കെ നമുക്ക് റെഡ് വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫേസിലേക്ക് ആ ഒരു സ്കിൻ കളർ വേണം. സ്കിൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഓറഞ്ചും വൈറ്റും കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു കളറിലേക്ക് വീണ്ടും വൈറ്റ് അപ്ലൈ ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ലൈറ്റ് ഷെയ്ഡിലുള്ളൊരു സ്കിൻ കളർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ സാന്റാക്ലോസിൻ്റെ ആ ഒരു താടിയൊക്കെ നല്ല രീതിയിലൊന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ആ ഒരു മീശയ്ക്ക് കുറച്ചും കൂടി ഒന്ന് കട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ചും കൂടി വൈറ്റൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ വരക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ തൊപ്പി കുറച്ചും കൂടി ഞാൻ ആ ഒരു നെറ്റിയുടെ താഴേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കേർവ് ഷേപ്പിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഔട്ട്ലൈൻസ് കറക്റ്റായിട്ട് കൊടുക്കുമ്പോഴാട്ടോ നമ്മുടെ വർക്കിന് കൂടുതൽ പെർഫെക്ഷൻ വരാം. അപ്പോൾ ആ ഒരു തൊപ്പിയുടെ അറ്റത്തുള്ള ആ ഒരു ഉണ്ട സംഭവം ഉണ്ടല്ലോ, അതിന് സാധാരണ നമ്മൾ വൈറ്റ് കൊടുക്കാറ്, പക്ഷെ ഞാനിതിൽ റെഡ് തന്നെയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഷെല്ലിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സാരി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു 3 ക്രാഫ്റ്റ് ഷെൽ ക്രാഫ്റ്റിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റ് ഷെൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റ് ഷെൽ യൂസ് ചെയ്തിട്ട് വാൾ ഡെക്കറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റ് ഷെൽ ക്രാഫ്റ്റ് എന്നുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.